ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നല്ലൊരു മഴത്ത് എന്താ പറയുക ചൂട് കപ്പയും ബീഫിട്ട് കപ്പ അതും കട്ടൻ ചായ ആയിട്ട് കുടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് കാണാം. കപ്പ വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇതെല്ലാം കൂടിയൊക്കെ മിക്സാക്കി എടുക്കാം. അപ്പം ഞാൻ കുക്കറിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ളൊരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് എടുക്കും. ഏത് എണ്ണ യൂസ് ചെയ്യുമ്പോൾ അതെടുക്കാം. ഞാൻ ഉള്ളി കുറച്ച്, കാരണം ഇത്തിരിയേ ഉള്ളൂ കപ്പ, അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത്തിരി ഉള്ളി പച്ചമുളക് ഉണ്ടാക്കിയിട്ട് സവാള ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ അനുസരിച്ച് കപ്പയുടെയും ബീഫിൻ്റെയും അളവനുസരിച്ച് നിങ്ങൾ ഉള്ളിയും സവാളയൊക്കെ ഇടാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഞാനിത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, കറി മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മീറ്റ് മസാലപ്പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. ഇതിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച്. ഇത്തിരി മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ടാവും. കപ്പയിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇത്തിരി നമ്മളിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബീഫ് ഞാൻ ഇത്തിരി വേവിച്ച് വെച്ചപ്പോഴും ഇട്ടിട്ടുണ്ടായി, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കണക്കായിക്കോളും. പിന്നെ എന്തെന്നാ ആവശ്യത്തിന് ഇനിയിപ്പോൾ ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കും ഒന്നും കൂടി. ഹാഫ് ബോയിൽഡാണ് ബീഫ്, അതുകൊണ്ടാണ് ഒന്നും കൂടി വേവിക്കണത്. എന്നിട്ടാണ് കപ്പ ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഉടച്ചെടുക്കണം. പിന്നെ മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുത്ത് ഇനി ഇത്തിരി ബീഫ് ഇടാൻ പോകണം ഇതിലോട്ട്. ഇനിയൊരു സംഭവം ഞാൻ മറന്നു, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അതിടണം. എടുത്ത് വെച്ച് ഗൈസ്, പക്ഷേ ഇത്തിരി ഓർമ്മക്കുറവിൻ്റെ കാരണം ഞാനത് വിട്ടുപോയതാണ് പറയാൻ. അപ്പോൾ ഇത്തിരി ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഉള്ളി ഫുള്ളായിട്ട് ഇട്ടാൽ അത് കുക്കറിൽ അടിച്ച് കഴിയുമ്പോൾ നല്ലോണം അത് ഇതായിക്കോളും. അപ്പോൾ ഇതിൽ കുറച്ച് ബീഫ് ഇട്ട്, എനിക്ക് ആവശ്യത്തിനുള്ള ബീഫാണ് ഞാൻ ഇട്ടിരിക്കണം. പിന്നെ ഒരു കഷ്ണം നെയ്യ്, ഞാൻ നെയ്യ് കിട്ടിയാണ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഷ്ണം നെയ്യ് നമ്മൾ കപ്പയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ ബിരിയാണിക്ക് ഒക്കെ നമ്മൾ നല്ല, പിന്നെ ഇറച്ചിച്ചോറിനൊക്കെ ഒരു നെയ്യ് കഷ്ണം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത്തിരി നെയ്യുള്ളത് കാരണം കൊണ്ട് ഞാനിതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച് ഇനി ഇത് നെയ്യാക്കി എടുക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇറച്ചിക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ കപ്പയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം ഇട്ടു. പിന്നെ ഇത് നമുക്ക് ഈ പാദങ്ങൾ വിണ്ട് കീറുമ്പോൾ നമുക്ക് നല്ലതാണ്. ഈ മഞ്ഞുകാലത്തൊക്കെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇതിൻ്റെ ഒരു നെയ്യ് ഉണ്ടാക്കുന്നതിന് ഇത് ഞാൻ പിന്നെ ഇടും. ഇതിപ്പോൾ ഒരു കഷ്ണം അതിനകത്ത് ഇട്ടതാണ്. അപ്പോൾ ഇറച്ചിയിൽ ഇത്തിരി പാകത്തിന് വെള്ളവും ഇട്ട് ഇത്തിരി കല്ലുപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. കല്ലുപ്പ് യൂസ് ചെയ്യണതായിരിക്കും എല്ലാവരും നല്ലത്. പൊടിയുപ്പ് ഇത്തിരി കുറക്കുക. ഞാൻ എല്ലാത്തിലും കല്ലുപ്പാണ്, മിക്കതിനും കല്ലുപ്പായിടണം. ചോറ് വെന്ത് കടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതിൽ കല്ലുപ്പിടും. അതുപോലെ ഇറച്ചിക്കറി, മീൻ കറി ഇതിലൊക്കെ ഞാൻ കല്ലുപ്പായിടാറ്. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചിട്ട് നമുക്ക് കപ്പ അതിനകത്തോട്ടിടാം. അപ്പോൾ ഇത് വേവട്ടെ, കുക്കറിൽ അടിക്കാൻ പോണേ 2 വിസിൽ. അപ്പോൾ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് നല്ല പോലെ. കപ്പയും ബീഫൊക്കെ ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പാകത്തിന് ഉപ്പ് ഇത്തിരി ഞങ്ങൾ കപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ബീഫിലൊക്കെ അതും ഇടണ്ടേ, പാകത്തിന് ചെയ്യും. പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ പച്ച വേപ്പില ഇട്ട് ഇത് എടുക്കുക. കാരണം ഇത് ഇനി ഒരുപാട് വേവിക്കേണ്ട, എല്ലാം വെന്ത് ഇരിക്കണ കപ്പയാണ്. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സാക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വേപ്പിലയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് പച്ചവേപ്പിലയൊക്കെ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ നല്ല കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തും എരിവും ഒക്കെ ഉണ്ട് കപ്പക്ക്.
ജസ്റ്റ് ഒന്ന് അധികം ഉടക്കണ്ട. കപ്പയുടെ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇവിടെ കിടക്കണം. നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കപ്പയും ബീഫും കൂടി ഇതേപോലെ കഴിക്കാം നമുക്ക്. നല്ല മഴയുണ്ട് പുറത്ത്. കട്ടൻ ചായ ഇട്ട് നമുക്കങ്ങനെ കഴിക്കാം. ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ ഇറച്ചിയൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം നല്ല ചൂട് കട്ടൻ കാപ്പിയും നല്ല ബീഫ് കപ്പയും കൂടി വരട്ടി അങ്ങോട്ട് എടുത്തത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഈ കാപ്പി കൂടി കുടിച്ചാലുണ്ടല്ലോ സൂപ്പറാണ്. നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര എരിവും ആ ചൂടും ഒക്കെ കുടിക്കുമ്പോൾ നല്ല സൂപ്പറാണ്. നല്ല അടിപൊളി മഴയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഓക്കെ, ബൈ.